എൻ്റെ ഹസ്ബൻഡിൻ്റെയും ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ കുഞ്ഞിനെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ മുന്നിൽ വെച്ച് ചോറൂണ് നടത്തണമെന്ന്. അതങ്ങനെ സാധിച്ചു. ഒരു നീണ്ട യാത്ര എടുത്തു. 9-10 മണിക്കൂർ എടുത്തിട്ടാണ് ഞങ്ങൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയത്. ഏകദേശം ഒരു 12:30 ആയപ്പോഴത്തേനുമാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയത് രാത്രി. അങ്ങനെ ഒരു റൂം വേഗം എടുത്തു. വേഗം കിടന്നുറങ്ങി. ക്ഷീണം കാരണം വേഗം കിടന്നുറങ്ങി. രാവിലെ എണീച്ച് അമ്പലത്തിൽ പോകാൻ വേണ്ടി ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. റോഡിലൊന്നും വലിയ തിരക്കൊന്നും ഇല്ല, അത്രയും രാവിലെ ആയതുകൊണ്ട്. അങ്ങനെ ബസ് സ്റ്റാൻഡിലോട്ട് നടന്നു. ഒരു 3/4 മണിക്കൂർ സമയമുണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് പറശ്ശിനിക്കടവ് വരെയുള്ളത്. അങ്ങനെ ഞങ്ങൾ പറശ്ശിനിക്കടവ് എത്തിയിട്ടുണ്ട്. പറശ്ശിനിക്കടവ് അവിടെ എത്തിയപ്പോഴത്തേനും എനിക്ക് വലിയ തിരക്കൊന്നും തോന്നിയില്ല. സമാധാനമായിട്ട് തൊഴുത് ചോറ് കൊടുത്തിട്ട് വരാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ അകത്ത് നല്ല തിരക്കാണ്. പിന്നെ എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കിവിടുത്തെ പടികൾ കണ്ടപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. കാര്യം വയ്യാത്തവർക്ക് കയറാനും ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പടികൾ. കാര്യം കുത്തനെ ഉള്ള പടികളാണ് എല്ലാം. അത് തിരിച്ചെങ്ങനെ കയറും എന്നുള്ള ടെൻഷൻ എനിക്ക് ഭയങ്കരമായിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ സാരമില്ല, കുഞ്ഞിന് ചോറ് കൊടുക്കണം, മുത്തപ്പനെ കാണണം എന്നുള്ള ആഗ്രഹമൊക്കെ കാരണം ഞങ്ങളത് നടക്കാമെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ ഞാനും ഹസ്ബൻഡും 1-2 പറഞ്ഞ് നടന്ന് അങ്ങ് എത്തിയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേനുമാണ് നടവഴി കണ്ടത്. നടവഴി കണ്ടപ്പോഴത്തേനും എനിക്കൊരു സിമിലാരിറ്റി തോന്നിയത്, നമ്മുടെ ഗുരുവായൂരും അമ്പലപ്പുഴയും പോലെ തന്നെ സൈഡിൽ കുറേ കടകളുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, കടകളിലൊക്കെ ഭയങ്കര റേറ്റാണ്. നമ്മുടെ സാധാരണ ഷോപ്പിലൊക്കെ കിട്ടുന്നതിനേക്കാളും അത്യാവശ്യം നല്ല റേറ്റാണ് അവിടെ എല്ലാത്തിനും. അതുകൊണ്ട് ഞാനൊന്നും വാങ്ങിയില്ല. പിന്നെ മുത്തപ്പനെ കാണാൻ പറ്റി. മുത്തപ്പനെ നന്നായിട്ട് കണ്ട് പ്രാർത്ഥിച്ച് എല്ലാം മനസ്സിലുള്ളതെല്ലാം പ്രാർത്ഥിച്ച് കുഞ്ഞിന് ചോറൂണ് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് നിന്നത്. ഈ മുത്തപ്പൻ്റെ ചരിത്രം അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് വലുതായിട്ട് അറിയില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ചിലപ്പോൾ തെറ്റായിരിക്കും. അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണം എന്താണെന്നുള്ളത്. ഇങ്ങനെ കൈ പിടിച്ച് നടത്തുന്നുണ്ടായിരുന്നു ഒരു മുത്തപ്പനെ. അതെന്താണെന്നൊന്ന് പറഞ്ഞു തരണം കേട്ടോ ആരെങ്കിലും. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ചോറൂണിനുള്ള സമയമായി. 47 ആയിരുന്നു ടോക്കൺ നമ്പർ. അങ്ങനെ അവൾക്ക് ചോറൂണ് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ചേട്ടൻ കുഞ്ഞിനെ എടുത്ത് വെച്ച് ചോറ് കൊടുക്കാൻ നിൽക്കുകയാണ്. ഞങ്ങളുടെ കുറുമ്പിക്ക് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവൾക്ക് എന്തും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. 3-4 സ്ഥലത്ത് പോയി ഞങ്ങൾ ചോറൂണ് നടത്തി. അവിടെയൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ അവൾ ഇരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഒരു ബഹളവും ഇല്ലാതെ കൊടുത്തതെല്ലാം കഴിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമായിരുന്നു. അവിടെ ചൂട് കാരണം പല കുഞ്ഞുങ്ങളും ഭയങ്കര ബഹളമായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞ് അമ്മുക്കുട്ടി അവൾ ഇതുവരെ വഴക്കൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. സമാധാനമായിട്ട് കഴിച്ചു. ഞങ്ങൾ പ്രസാദം വാങ്ങിച്ചു കഴിച്ചു. അതിനും അവിടെ തിരക്കായിരുന്നു. സ്ത്രീകൾ വേറെ പുരുഷന്മാർ വേറെ ആയിട്ടാണ് അവിടെ പ്രസാദം കഴിക്കാനിരിക്കുന്നത്. ഇങ്ങനെയൊരു സെറ്റപ്പിലാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, അവിടെ കുപ്പിവളകൾക്ക് ഒരു കടയുണ്ടായിരുന്നു കേട്ടോ. നല്ല കളക്ഷൻസൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. എനിക്ക് കുപ്പിവള വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും ഇട്ടില്ല, വാങ്ങിയില്ല. കാര്യം കുപ്പിവള ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡാണല്ലോ. അങ്ങനെ ക്ഷീണം കാരണം തിരക്ക് കാരണം ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ മുത്തപ്പൻ്റെ അടുത്തുനിന്ന് മടങ്ങുവാണ്. ഒത്തിരി യാത്ര ചെയ്തതുകൊണ്ട് നല്ല ക്ഷീണമായിരുന്നു. ടാറ്റാ ബൈ ബൈ.